വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനിവിടെ സേഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ നേരത്തെ തന്നെ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി റിസൾട്ടാണ്. അപ്പം പൊതുവേ ഞാനിങ്ങനെ ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ്. അപ്പോൾ ഇത്രയും റിസൾട്ട് കിട്ടുന്നത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചില്ലെങ്കിൽ അതൊരു വല്ലാത്ത മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി സൂപ്പർ ഒരു ഫേസ് പാക്ക്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരം കാണാനുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നമുക്ക് നിറം നന്നായിട്ട് വെക്കാനും പറ്റും. സ്ഥിരമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നിറം വെക്കുകയും ചെയ്യുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, ഈ ഒരു പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഇത്രയും നല്ല സൂപ്പർ റിസൾട്ട് കിട്ടിയ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഉലുവയാണ്, ഉലുവാപ്പൊടി. അതൊരു 2 സ്പൂൺ ഉലുവാപ്പൊടിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് ഒരു 2-3 സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ തേൻ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ തന്നെ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇച്ചിരി ലൂസായിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പരുവത്തിലായിക്കോളും. അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം നനവ് മൊത്തം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മുഖക്കുരുവൊക്കെ ചൊട്ടാനും നല്ലതുപോലെ ബ്രൈറ്റനിങ് തരാനും ഒക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഈ തൈരും നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ബ്രൈറ്റനിങ് ചെയ്യാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും. തേൻ നല്ല മോയ്സ്ചറൈസായിട്ട് വെക്കാനും സഹായിക്കും. പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷം എൻ്റെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അത് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. ആദ്യത്തെ ആ ഒരു റിമൂവ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല, അത് വീഡിയോ ആയില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തപ്പോഴാണ് അത്രയും ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിൻ്റെ വന്നിട്ടുള്ളൊരു വ്യത്യാസം. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ഫേസും നെക്കും ബോഡി ഫുള്ളായിട്ടും നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ഇടുന്നോ, നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ഇടുന്നോ അവിടെയൊക്കെ നന്നായിട്ട് നിറം വെക്കും. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാനാണ്ട് എൻ്റെ നെക്കിന് വന്നിട്ടുള്ള മാറ്റം. ഞാൻ ആ പാക്ക് ഇട്ട് കൊടുത്തിടവും ഇടാത്തിടവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടോ, നല്ല രീതിയിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു അടിപൊളി ഒരു പാക്കാണിത്. നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യാം. സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ പറ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ. പാർത്തമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ നേരത്തെ കണ്ടു. സൂപ്പർ റിസൾട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, ടാറ്റാ, താങ്ക് യു.